നമുക്ക് നേരെ കോളേജിന്റെ ആ ഭാഗത്തേക്ക് പോവാ. എന്നിട്ട് സ്ത്രീകളോട് എല്ലാവരോടും കൂടെ ഇറങ്ങി വരാൻ വേണ്ടി പറയാ. റോട്ടിൽ നേരത്തെ അങ്ങോട്ട് എടുക്കുക, സമരം ചെയ്യാം. പെണ്ണുങ്ങൾ മുഴുവനോ? ഈ സോഷ്യൽ ഡിസ്റ്റൻസ് വേണമെന്നൊക്കെ പറയുന്ന ആളുകളല്ലേ? എന്റെ പൊന്നു മൊയ്തോ, നമ്മുടെ പഞ്ചായത്തിൽ ഇതേപോലെ വിവരമുള്ള എത്രയോ ആളുകളുണ്ട്. ഇനി ഇല്ലാത്ത ആളുകളോട് ഞാൻ പറഞ്ഞ അവര് കേൾക്കൂലേ? അപ്പൊ ഒരു കാര്യം നമുക്ക് നേരാണ് പോവാ. ആയിക്കോട്ടെ, അപ്പൊ എന്താ തീരുമാനം? പറ്റില്ല. എന്ത് പറ്റില്ല അത് പറയും. സംസ്കാരം പറ്റില്ല. സംസ്കാരം ഇല്ലാണ്ട് എങ്ങനെയാണ്? ഒരു സംസ്കാരമൊക്കെ വേണ്ട. ആ സംസ്കാരം അല്ല, ശവസംസ്കാരം. പറ്റില്ല. നിങ്ങൾ വിളിച്ചോളെ, അത് ശരിയാവും. പറ്റില്ല. സംസ്കാരം പറ്റില്ല. സൂറ, നീ എന്താണ് ഇവിടെ വന്നിരിക്കണത്? ഞാൻ ഇവിടെ പോകും. ബാപ്പ കണ്ട പ്രശ്നമൊന്നും നീ എണീറ്റ് പോയേ? ഞാനിപ്പോ വാപ്പനെ കണ്ടാലാണ് പ്രശ്നം. എന്താണ്? വാപ്പ ക്വാറന്റൈനില്ല. ക്വാറന്റൈനില്ല? ആ എന്ത് പറ്റി? അതെ, കഴിഞ്ഞ ദിവസം സുഗതൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ മരിച്ചില്ലേ? അപ്പൊ അവിടെ ദഹിപ്പിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് വാപ്പയും കുറെ ആൾക്കാരും കൂടി പോയിട്ട് പ്രശ്നം ഉണ്ടാക്കി. അവിടെ വന്ന ആർക്കാണ്ട് കൊറോണ ഉണ്ടെന്ന്. ഇപ്പൊ വാപ്പ അതുകൊണ്ട് ക്വാറന്റൈനില്ല. അയ്യോ, നീ എന്നാ അങ്ങോട്ട് ചെല്ലി, ഇവിടെ വന്നിരിക്കല്ലേ, ആളുകൾ എന്ത് പറയും? നിങ്ങൾ എന്താണ് ഈ പറയണത്? ക്വാറന്റൈനിന്റെ കൂടെ ഞാൻ പോയിട്ടിരിക്കണോ? ഒറ്റക്കല്ലേ ക്വാറന്റൈൻ ഇരിക്കേണ്ടത്? നിങ്ങളുടെ ക്വാറന്റൈൻ കഴിഞ്ഞില്ല. എന്റെ കഴിഞ്ഞ്, എന്റെ നെഗറ്റീവാണ്. ഞാൻ 1-2 സാധനം നിനക്ക് കൊണ്ടുവന്നിട്ടുണ്ടായി. എന്താ? അത് ഞാൻ തരാം, സമയമാട്ടെ. എന്താണെന്ന് പറ. തരാന്നേ. എന്നൊക്കെ കാണിച്ചാ ഇപ്പൊ പറ്റില്ല, ഞാൻ പിന്നെ തരാം, നീ ചെല്ലി. കൊടുക്കാണ് ഈ പോയത്. വിളിക്കണ്ടേ? ഞാൻ പ്യാരിയേട്ടന്റെ വീട്ടില്. എന്താ അവിടെ? ഇങ്ങട് വാ. അതെ, അവളെ ഞാൻ നോക്കിക്കോളാം. മര്യാദക്ക് ഇങ്ങട് പറഞ്ഞു വിട്. അല്ല, അവള് ഇവിടെ നിന്നോട്ടെ, അവിടെ ക്വാറന്റൈൻ അല്ലേ. ചോറും ചൂടുകളൊക്കെ ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാ. എന്താ കുട്ടിയേച്ചി പറഞ്ഞ് മനസ്സിനെ അടങ്ങാക്കാണ്ട് ഇങ്ങട് വരും ചേച്ചി. അല്ല വാപ്പിച്ചി, എന്നായാലും ഇവള് ഈ വീട്ടിൽ കയറി വരാനുള്ളതല്ലേ. ഇപ്പൊ അത് ഇത്തിരി നേരത്തെ ആയിരുന്നുള്ളൂ, കുഴപ്പമില്ല, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. നിന്നോ അവിടെ മനുഷ്യനെ അടങ്ങാക്കാണ്ട് ഈ കുട്ടീനെ ഇങ്ങട് പറഞ്ഞു വിടണ്ട. എന്താ ഈ കാണിക്കണേ? അല്ല, അവിടെ ക്വാറന്റൈനിലല്ലേ, അവൾക്ക് അവിടെ വരാൻ പറ്റൂലല്ലോ, അവള് സൂക്ഷിക്കണ്ടേ. എല്ലാരും കൂടി എന്നെ ഒറ്റക്കാക്കിട്ട് പോവല്ലോ. ഇപ്പൊ പ്രയാസം ഉണ്ടല്ലേ? കണ്ണീ കണ്ടവർക്കൊക്കെ പോസിറ്റീവ് ആയപ്പോ നിങ്ങൾ അടുപ്പിക്കൂലെന്നും പറഞ്ഞ് മാറി നടപ്പണ്ടായല്ല. അപ്പൊ ഓർത്തില്ല അല്ലേ അവനവന്റെ കുടുംബത്തും വരൂന്ന്. ഇനി പേടിക്കണ്ട, ഒറ്റക്കൊന്നും അല്ല, ഞങ്ങളും സർക്കാരും ഒക്കെ ഉണ്ട് നിങ്ങളുടെ കൂടെ. പ്രയാസപ്പെടണ്ട. ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം കേട്ടാ. അതെ, ആ കഥകൊന്ന് അടച്ചിട്ടെ, നാവ് അകത്തിട്ടിട്ട് മിണ്ടാതിരിക്ക്, ഞങ്ങള് നോക്കിക്കോളാം കേട്ടാ. അതൊക്കെ ഇങ്ങനെ കിടന്നോട്ടെ. കിടന്നോട്ടെ. ഓൾ അതിന്റെ അകത്ത് കയറുക.